അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും, അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. सदा शक्ति बरसाने वाला, प्रेम सुधा बरसाने वाला, वीरों को हर्षाने वाला, मातृभूमि का तन मन सारा. झंडा ऊंचा रहे हमारा. हिंदुस्ता हमारा हमारा, सारे जहां से अच्छा. हिंदुस्ता भारतम जनिच्छ नाडिरेत्र मोहनम. നമസ്കാരം. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഗുരുവായൂർ ഇൻസൈറ്റ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രെയിനിങ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നമ്മുടെ ഈ സ്ഥാപനം 4ാം വർഷവും വളരെ വിജയകരമായി തന്നെ അതിന്റെ പ്രവർത്തനം തുടരുന്നു. ഭിന്നശേഷിക്കാരായവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം എന്നിവ മാത്രമല്ല, കലാപരവും കായികപരവുമായ കഴിവുകൾക്കും ഇൻസൈറ്റ് അവസരങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി വരുന്നു. മുൻ വർഷങ്ങളിൽ ഇൻസൈറ്റിന്റെ നേതൃത്വത്തിൽ നടന്നതും ഇൻസൈറ്റിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തതുമായ കലാകായിക പരിപാടികൾ അതിന്റെ തെളിവുകളാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഭിന്നശേഷിക്കാരായവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇൻസൈറ്റ് ഓൺലൈൻ മത്സരങ്ങളും തുടർ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെ മുൻനിർത്തി ഒത്തുചേരാനോ വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്താനോ നമുക്ക് സാധ്യമല്ല. എങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസികമായ ഉല്ലാസത്തിനു വേണ്ടി വളരെ ലളിതമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ എത്തിയ ശ്രീമതി ലിഷ കൃഷ്ണകുമാർ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഭാരത ടീച്ചർ, ഈ ചടങ്ങിനെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ ലത്തീഫ് മമിയൂർ സർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ KB സുരേഷ് സർ, പ്രോഗ്രാം അവലോകനം നടത്താൻ എത്തിച്ചേരാമെന്ന് ഏറ്റിരുന്ന ജയപ്രകാശ് സാറിന് എത്താൻ സാധിക്കില്ല എന്നറിയിച്ചു. സാറിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ വിനോദ് കുമാർ സാറും എത്താൻ സാധിക്കില്ല. സദസ്സിലിരിക്കുന്ന ഇൻസൈറ്റ് ട്രസ്റ്റ് അംഗങ്ങൾക്കും ഇൻസൈറ്റ് അഭ്യുദയകാംക്ഷികൾക്കും ഈ സുദിനത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയവർക്കും അസാന്നിധ്യത്തിൽ പ്രാർത്ഥന കൊണ്ട് കരുത്ത് നൽകിയവർക്കും ഇൻസൈറ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഔദ്യോഗികമായ ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീമതി ലിഷ കൃഷ്ണകുമാറിനെ ഞാൻ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സന്തോഷകരമായ ഒരു ദിവസത്തിലാണ്. കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മുടെ കുട്ടികളുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ, എന്തൊക്കെ വേറുണ്ടെങ്കിലും നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ യാതൊരുവിധ മുഖവുരകളും ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ശ്രീമതി ഫാരിദ ഹംസ. ഫാരിദ ടീച്ചർ എന്ന ഒറ്റ വിശേഷണത്തിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നു. ഭിന്നശേഷിക്കാരായവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച് അവരുടെ അധ്യാപികയായും അമ്മയായും സഹോദരിയായും സുഹൃത്തായും വഴികാട്ടിയായും കൂടെ നിന്ന് അവരുടെ ചെറിയ നേട്ടങ്ങളിൽ പോലും വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഇൻസൈറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും പ്രിൻസിപ്പളുമായ ഫാരിദ ടീച്ചറെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച് സംസാരിക്കുന്നതിനും
വിദ്യാർത്ഥികളുടെ കലാവിരുന്നിന് തുടക്കം കുറിക്കുന്നതിനുമായി നിറഞ്ഞ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ ഈ വരികൾ എക്കാലവും നമുക്ക് പ്രസക്തമാണ്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. ഓരോ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുക എന്നത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ഓരോ ആഗസ്റ്റ് 15 ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ ഇൻസൈറ്റ് മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിപുലമായി നടത്തിക്കൊണ്ടിരുന്ന പ്രോഗ്രാമായിരുന്നു നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും. സ്വാതന്ത്ര്യം മാത്രമല്ല, എല്ലാ പരിപാടികളായാലും, റിപ്പബ്ലിക് ദിനമായാലും, വിഷു ആയാലും, ഓണായാലും എല്ലാം നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ ഒത്തുചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാമായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ COVID-19 പ്രശ്നങ്ങൾ കാരണം നമ്മൾ ആരും തന്നെ വിളിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ നമ്മുടെ ആ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ കണ്ടും കേട്ടും പറഞ്ഞിരുന്ന ഒത്തിരി ആളുകളാണ്. എന്തായാലും ഒരുപാട് നന്ദി. 74ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇൻസൈറ്റിലെ എൻ്റെ മക്കള് അവരുടെ പരിമിതികളെ ഭേദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ കലാവിരുന്നിലേക്ക് ഏവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിമിതമായ സ്ഥലത്ത്, കുറച്ച് സ്ഥലം നമുക്കുള്ളൂ, ആ ഒരു പരിമിതമായ സ്ഥലത്ത് അവതരണം കൊണ്ട് വിശാലമാക്കാൻ ഈ കലാവിരുന്നിനെ തുടക്കം കുറിച്ചുകൊണ്ട് 74ാം ജന്മദിനം ആഘോഷിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭാരതാംബയെ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ 74ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭാരതാംബ. നീണ്ട വർഷങ്ങൾ അസ്വാതന്ത്ര്യത്തിന്റെ തടവറയിൽ വീർപ്പുമുട്ടി അസ്വസ്ഥയായിരുന്നു ഞാൻ. ആദ്യം നാട്ടുരാജാക്കന്മാരും പിന്നീട് വിദേശികളും എന്റെ സ്വാതന്ത്ര്യത്തെ എനിക്ക് നിഷേധിച്ചു. എന്റെ മക്കളുടെ അവകാശങ്ങൾ നിഷേധിച്ച് അവർക്കിടയിൽ സ്പർദ്ധ വളർത്തി നിരന്തരം അവരെ പീഡിപ്പിച്ചു. എന്നിട്ടും അതിലൊന്നും തളരാതെ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ എന്റെ മക്കൾ അവരുടെ ജീവൻ ബലി നൽകി എന്നെ സ്വതന്ത്രയാക്കി. അതിന് പ്രതീകമായി 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ ഈ ത്രിവർണ പതാക അവരെന്നെ പുതപ്പിച്ചു. അടിച്ചമർത്തലുകൾക്കും ലാത്തിക്കും വെടിയുണ്ടകൾക്കും മുന്നിൽ തോറ്റുപോകാതെ എന്റെ മക്കൾ നേടിത്തന്നതാണ് എനിക്ക് ഈ സ്വാതന്ത്ര്യം. 74ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവരെയൊക്കെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു. സ്വതന്ത്ര ഭാരതാംബ എന്ന നിലയിൽ അഭിമാനത്തോടെ ഞാൻ എന്റെ പ്രിയപുത്രനെ ആദ്യം ക്ഷണിക്കുന്നു. സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ ജാതിമത ഭേദമന്യേ എന്റെ മക്കളെയെല്ലാം ഒന്നിച്ചു നിർത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. താൻ ആരാണെന്ന് പറയാൻ, തന്നെ പുകഴ്ത്തി പറയാൻ അവൻ ഒരിക്കലും മെനക്കെടാറില്ല. തന്റെ പ്രവർത്തനങ്ങളിലൂടെ ഗാന്ധിജിയായ കഥ, മഹാത്മാവായ കഥ അവന്റെ പാതിയായ കസ്തൂർബ തന്നെ പറയട്ടെ. ആരും അറിയാതെ പോകേണ്ട കസ്തൂർബ എന്ന എന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഇടയാക്കിയ മഹാത്മാവിന് തന്നെ എന്റെ ആദ്യ പ്രണാമം. 74ാം ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ സ്വതന്ത്ര ഭാരതാംബയ്ക്കു വന്ദനം. ഈ മഹാത്മാവിനോടൊപ്പം എന്നെയും ഓർത്ത നിങ്ങൾക്കേവർക്കും എന്റെ നമസ്കാരം. ഓരോ തലമുറയ്ക്കും ജീവിത പാഠമാകേണ്ട ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ നേർചിത്രമാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. എഴുത്തും വായനയും അറിയാതിരുന്ന എനിക്ക് അറിവും ആത്മധൈര്യവും നൽകി ജീവിതം എന്തെന്ന് പഠിപ്പിച്ചത് ഈ പരീക്ഷണങ്ങളാണ്. എന്റെ 13ാം വയസ്സിലാണ് സമപ്രായക്കാരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ഞാൻ വിവാഹം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതശൈലിയോടും ചിന്താഗതികളോടും ഇഴുകിച്ചേരാൻ എനിക്ക് സാധിച്ചു. ഞങ്ങളുടെ ജീവിതം കലഹം നിറഞ്ഞതാണെന്ന് പലരും പറഞ്ഞിരുന്നു. കാരണം ഞാൻ പുറത്തു പോകുന്നത് പോലും അദ്ദേഹം പലപ്പോഴും വിലക്കിയിരുന്നു. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് സംശുദ്ധമായ ജീവിതം നയിക്കാനും അദ്ദേഹം പഠിച്ചതെല്ലാം പഠിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ജീവിതവും ചിന്തയും എന്റേത് കൂടിയാക്കാനുള്ള ഒരുക്കമായിരുന്നു അത് എന്നാണ്. ഉന്നത കുലജാതനായിരുന്നിട്ടും എന്റെ ഗാന്ധി താഴേക്കിടയിലുള്ളവരെ തന്റെ സഹോദര തുല്യരായി കാണുകയും അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അധകൃതരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി അവർക്ക് സേവനം ചെയ്യാനും അദ്ദേഹം സന്നദ്ധനായിരുന്നു. നിഷ്കളങ്കമായ സഹജീവി സ്നേഹത്തിന് ഉടമയായിരുന്നു എന്റെ ഗാന്ധി.
ബാരിസ്റ്റർ ഉദ്യോഗം കിട്ടി ദക്ഷിണാഫ്രിക്കയിൽ സുഖജീവിതം നയിക്കേണ്ടിയിരുന്ന ഗാന്ധി അതെല്ലാം ഇട്ടെറിഞ്ഞ് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് ഇതേ സഹജീവി സ്നേഹം കൊണ്ട് തന്നെയാണ്. ഭാര്യയോട് ആജീവനാന്തം വിശ്വസ്തത പുലർത്തുക എന്നത് ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് ഗാന്ധി എപ്പോഴും പറയുമായിരുന്നു. അതിന്റെ ജീവിതത്തിൽ മായാമുദ്രയായി പതിച്ചിരുന്നു. അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, ഭർത്താവ് വിശ്വസ്തനായിരിക്കുന്നിടത്തോളം ഞാൻ അദ്ദേഹത്തിന് വിശ്വസ്തയായിരിക്കുക എന്ന ധർമ്മമാണ്. 1906 മുതൽ ഞങ്ങൾ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കാനും ശേഷിക്കുന്ന ഞങ്ങളുടെ ജീവിതം പൊതുജന സേവനത്തിനു വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അന്നു മുതൽ മോഹൻദാസ് ഗാന്ധി എന്ന ഭർത്താവായിരുന്നില്ല, സാധാരണക്കാരുടെ മഹാത്മാവായ ഗാന്ധിജി എന്ന സഹപ്രവർത്തകൻ ആയിരുന്നു അദ്ദേഹം എനിക്ക്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തി 1915 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. 1922 അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് വിദേശ വസ്ത്ര ബഹിഷ്കരണ പരിപാടിക്ക് നേതൃത്വം നൽകാൻ എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങളായിരുന്നു. പലതവണ ജയിൽവാസം വരിക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹത്തിന്റെ അഹിംസ എന്ന തത്വശാസ്ത്രം എനിക്ക് കൂടുതൽ ഊർജം നൽകി. സത്യാഗ്രഹത്തിലൂടെ ഭാരതീയ ജനതയെ മുഴുവൻ തനിക്ക് പിന്നിൽ അണിനിർത്തിയ അദ്ദേഹത്തിന്റെ ആത്മനിഷ്ഠയും നേതൃത്വ പാഠവും സൂര്യനസ്തമിക്കാത്ത സാമർത്ഥ്യത്തിന്റെ അടിയറവായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ, ദണ്ഡിയാത്രയിലൂടെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ ഭാരതീയ ജനതയ്ക്ക് ഐക്യം, സമത്വം, സാഹോദര്യം എന്നീ ദേശീയ ബോധം നൽകി ഭാരതീയ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉറച്ച കാൽവെപ്പുകളോടെ മുന്നേറാൻ അദ്ദേഹം വഴികാട്ടിയായതിൽ എനിക്ക് അഭിമാനമുണ്ട്. നഗരങ്ങളെക്കാൾ ഗ്രാമങ്ങളെയും മതങ്ങളെക്കാൾ മനുഷ്യത്വത്തെയും സ്നേഹിച്ച ഗാന്ധി കുട്ടികളുടെ ബാബുജിയായും മറ്റുള്ളവരുടെ മഹാത്മാവായും സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായി തീർന്നതിൽ എനിക്കെന്ന പോലെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഭാരത് മാതാ കി ജയ്. നിങ്ങൾ എന്റെ ഗാന്ധിയെ കുറിച്ച് അവന്റെ പാതി പറഞ്ഞത് കേട്ടില്ലേ? അവന്റെ മഹത്വത്തെ കുറിച്ച് എഴുതാത്ത ഒരു തൂലിക പോലുമില്ല. തൂലിക പടവാളാക്കി എനിക്ക് വേണ്ടി പൊരുതിയ ഗാന്ധിജിയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ മഹാകവി വള്ളത്തോൾ. അദ്ദേഹത്തിന്റെ വരികളിലൂടെ ഗാന്ധിജി ആരാണെന്ന് നമുക്കൊന്നുകൂടി അറിയാം. വള്ളത്തോൾ മഹാകവിയും കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 10 മലപ്പുറം ജില്ലയിൽ തിരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാളത്തിന്റെ ദേശീയ കവിയായും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചാലക ശക്തിയുമായും അദ്ദേഹം അറിയപ്പെടുന്നു. ദേശസ്നേഹം തുടിക്കുന്ന കവിതകളും ഭാഷാസ്നേഹം വഴിയുന്ന ഗാനങ്ങളും അദ്ദേഹത്തിന്റെ രചനകളിൽ ഉൾപ്പെടുന്നു. ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ ബാപ്പുജി എന്ന കൃതി പ്രശസ്തമാണ്. ഗാന്ധിജി എങ്ങനെയാണ് ഒരു ഗുരുനാഥനാകുന്നതെന്ന് പറയുന്ന വള്ളത്തോളിന്റെ കവിതയാണ് എന്റെ ഗുരുനാഥൻ. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താമദാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാരണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹസംഗം ദീപമെന്നിവ സമസജ്ജമല്ലയോ വിഹായ സൗവർണമെൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹൃദം കച്ചളോത്കമമില്ലാത്തൊരു മംഗളദീപം. പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി, പാർന്നിടാനുണ്ടാകാത്ത പൂനിലാവെന്നാചാര്യൻ. ശസ്ത്രമിന്നിയെ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നിയെ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ. ഔഷധമെന്നിയെ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നിയെ യത്നം ചെയ്വവനെന്നാചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വൃതം, ശാന്തിയാണവിടേക്ക്
ഇന്ത്യയ്ക്കു പരദേവത പണ്ടേ ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട ഏതുടവാളിൻ കൊടുവാൾ തല മടക്കാത്തു ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും ചേർന്നൊരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലാകിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ ശവമേ ശീലിച്ചിടും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കെത്ര മംഗളം കായ്ക്കും കൽപപാദപമുണ്ടായി വരൂ നമസ്തേ ഗദദർശ നമസ്തേ ദുരാദർശ നമസ്തേ സുമഹാത്മൻ നമസ്തേ ജഗദ്ഗുരു ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ശ്രീ ഹരിചന്ദ്രനുള്ള സത്യവും രന്തിദേവന്റെ ദയാവായ്പും മുഹമ്മദിന്റെ സൈര്യവും ചേർന്ന വരികളിലൂടെ ഗാന്ധിജി ആരാണെന്ന് നാം അറിഞ്ഞു. ഇനി ഇന്ത്യ എന്താണെന്നറിയാൻ നമുക്ക് നമ്മുടെ വാനമ്പാടിയെ വിളിച്ചാലോ? സരോജിനി നായിഡു. ചെറുപ്പകാലത്തു തന്നെ കവിതകൾ എഴുതി തുടങ്ങിയ സരോജിനി നായിഡു ഭാരതീയ കവയിത്രിയായി അറിയപ്പെടുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് പുറമെ മരിച്ചു. ഇന്ത്യയിലെ ദേശീയവാദി ആയ സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായി. ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് സരോജിനി നായിഡു അറിയപ്പെടുന്നത്. തേജസ്വിനിന്റെ ഹൃദയ ദേവാലയ നടയിൽ അഭയമന്വേഷിച്ചു വന്നവർ ഞങ്ങൾ അരിയ പാദോപാസകർ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചാലും ഹരിത മലയാള തേജസ്വിനി നിന്റെ ഹൃദയ ദേവാലയ നടയിൽ ദുഃഖബാഷ്പം കാവ്യ തീർത്ഥമായി മാറിയ സംസ്കാര ഭൂമിയാണിന്ത്യ. സംസ്കാര ഭൂമിയാണിന്ത്യ. സംസ്കാര ഭൂമിയാണിന്ത്യ. അക്ഷയവേദിഹാസങ്ങളിൽ നിന്ന് ശക്തിയാർജിച്ചതാണിന്ത്യ. 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 നാനാമത ജ്ഞാനസാര പുഷ്പങ്ങളെ വാരി പുണർന്നതാണിന്ത്യ. ഇന്ത്യ കണ്ണീർ കിനാക്കളും ചോരയും തൂവേർപ്പും ഒന്നിച്ചു തീർത്തതാണിന്ത്യ. കണ്ണീർ കിനാക്കളും ചോരയും തൂവേർപ്പും ഒന്നിച്ചു തീർത്തതാണിന്ത്യ. ഇന്ത്യ ഇന്ത്യ എനിക്കമ്മ. ഇന്ത്യ എനിക്കമ്മ. ഇന്ത്യ എനിക്കച്ഛൻ. ഇന്ത്യ എനിക്കച്ഛൻ. ഇന്ത്യൻ പ്രാണന്റെ പ്രാണൻ. ഇന്ത്യൻ പ്രാണന്റെ പ്രാണൻ. ഇന്ത്യൻ പ്രാണന്റെ പ്രാണൻ. ഇന്ത്യൻ പ്രാണന്റെ പ്രാണൻ. ആ
മലയാള തേജസ്വിനി നിന്റെ ഹൃദയ ദേവാലയ നടയിൽ ഗംഗാനദിയുടെ കളകളമല്ലേ പമ്പാനദിയുടെ സംഗീതം നിലയും സ്വരവും ഒരുപോൽ പാടും ജനകോടികളുടെ സ്വരരാഗം കാശ്മീരപ്പൂ തൊട്ടുതലോടിയ കാറ്റേ കണ്ടോ നീ മലയാളപ്പൂ കണി കണ്ടുണരും കാറ്റേ കണ്ടോ നീ രക്തം ചിന്തിയ വഴികളിലെല്ലാം സത്യത്തിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം മാനവധർമ്മത്തിൻ്റെ മുഖം ഹരിത മലയാള തേജസ്വിനി നിന്റെ ഹൃദയ ദേവാലയ നടയിൽ അഭയമന്വേഷിച്ചു വന്നവർ ഞങ്ങൾ അരിയ പാദോപാസകർ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചാലും ഹരിത മലയാള തേജസ്വിനി നിന്റെ ഹൃദയ ദേവാലയ നടയിൽ എടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതിയ എന്റെ പെൺശക്തിയെ അടുത്തതായി നമുക്ക് കാണാം. ഝാൻസി റാണി മറാഠ ഭരണത്തിന് കീഴിലായിരുന്ന ഝാൻസിയിലെ റാണിയായിരുന്ന ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന റാണി ലക്ഷ്മിബായി 14 വയസ്സിൽ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിനെ അവർ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും കുട്ടികളില്ലാതിരുന്നതിനാൽ അവർ ഒരു ആൺകുട്ടിയെ ദത്തെടുത്തു. ഇതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം ഭൗതിക ജീവിതം ഉപേക്ഷിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവർ രാജ്യഭരണം ഏറ്റെടുത്തത് പുരോഗമനപരമായ നിലപാടായി കരുതുന്നു. 1857 ശിപ്പായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഇന്ത്യയിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്ന ധീരവനിതയായ ഝാൻസി റാണി. നാട്ടുരാജാക്കന്മാർ വിദേശികളും പല കഷണങ്ങളായി കീറിമുറിച്ച എന്നെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ എന്ന ഏകതയിലെത്തിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര നേതാവും ഭരണതന്ത്രജ്ഞനുമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 1918 ഗുജറാത്തിൽ നടന്ന സൈനിക സത്യാഗ്രഹം നയിച്ചു. 1928 ബർത്തോളിയയിലെ കർഷകരുടെ നികുതി നിഷേധ സമരത്തിൽ പങ്കെടുത്തതിന് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന സ്ഥാനം നൽകി. ദണ്ഡിയാത്രയിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സജീവമായി പങ്കുവച്ച വ്യക്തിയാണ് അദ്ദേഹം. നെഹ്റു മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ചെറുതും വലുതുമായ 600-ലേറെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച് ഉരുക്കുമനുഷ്യൻ എന്ന വിശേഷണത്തിന് അർഹനായി. വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യമുയർത്തിയ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്തരം ജനകീയത എന്താണെന്ന് ഭാരതീയരെ പഠിപ്പിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവും നവഭാരത ശില്പിയുമാണ് ജവഹർലാൽ നെഹ്റു. മുതലാളിത്തത്തെയും ഫ്യൂഡലിസത്തെയും നിരാകരിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് ഇന്ത്യയെ കണ്ടുകൊണ്ടുമാണ് നെഹ്റുവിന്റെ വീക്ഷണങ്ങൾ രൂപപ്പെട്ടത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റു വാണിജ്യ വ്യവസായങ്ങൾ ചലനാത്മകമാക്കുകയും പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിക്കുകയും ചേരിചേരാ നയത്തിൽ അധിഷ്ഠിതമായ വിദേശ നയം രൂപീകരിക്കുകയും ചെയ്ത് ജനാധിപത്യത്തിലേക്കും പുതുമയിലേക്കും വികസനത്തിലേക്കും നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തിലൂടെ സ്വതന്ത്ര ഇന്ത്യയെ നയിച്ച അനിശ്ചിത നേതാവാണ് ജവഹർലാൽ നെഹ്റു. അധിനിവേശ കാലഘട്ടത്തിൽ എന്റെ മക്കൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വതന്ത്ര ഭാരതത്തിന് മൗലികമായ ഭരണഘടന നിർമ്മിച്ചു കൊടുത്ത ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ
സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ ഭരണഘടനാ ശില്പിയുമാണ് ഡോക്ടർ BR അംബേദ്കർ. അധ്യാപകൻ, അഭിഭാഷകൻ, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ, രാഷ്ട്രീയ നേതാവ്, വിദ്യാഭ്യാസ ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ്. സാമൂഹിക നീതി, സാമൂഹ്യ സമത്വം, മിശ്ര വിവാഹം, മിശ്ര ഭോജനം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിചിന്ത ആവിഷ്കാരവും വിശ്വാസം, മതനിഷ്ഠത, ആരാധന എന്നിവയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നതിനുമുള്ള സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ജാതിക്കും മതത്തിനും മീതെ സാഹോദര്യത്തെ സ്നേഹിച്ച എന്റെ മകൻ, സ്വാതന്ത്ര്യത്തോടൊപ്പം അറിവിനും പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞവൻ. അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് അബ്ദുൽ കലാം ആസാദ് അഥവാ മൗലാന അബ്ദുൽ കലാം മുഹിയുദ്ദീൻ അഹമ്മദ്. മൗലാന ആസാദ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വിഭജനത്തെ എതിർത്ത അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി കൊണ്ടാടുന്നു. ഹിന്ദു മുസ്ലിം സഹോദര്യത്തിനായി നിലകൊണ്ട ശക്തനായ നേതാവായിരുന്നു മൗലാന ആസാദ്. ഭാരത സർക്കാർ അദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. 1888 നവംബർ 11 മക്കയിലായിരുന്നു ജനനം. അക്രമത്തിനും അനീതിക്കുമെതിരെ തൂലിക പടവാളാക്കി പ്രവർത്തിച്ചു. ഖിലാഫത്ത് പ്രക്ഷോഭത്തിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായ വേളയിൽ ഗാന്ധിജിയുമായി അടുത്തിടപഴകി. ആസാദിന്റെ തൂലികയിൽ നിന്നും ഉതിർന്നു വീണത് അക്ഷരങ്ങളായിരുന്നില്ല, അഗ്നി സ്ഫുലിംഗങ്ങളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച എന്റെ മക്കളിൽ ചിലരെ നിങ്ങൾ കണ്ടുവല്ലോ. സ്വാതന്ത്ര്യത്തെക്കാൾ മൂല്യം മനുഷ്യത്വത്തിനാണെന്ന് മനസ്സിലാക്കി പീഡിതരും നിന്ദിതരുമായ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരമ്മയെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. മദർ തെരേസ. സമാധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹത് വ്യക്തിയാണ് മദർ തെരേസ. കൽക്കട്ടയിലെ അധ്യാപിക എന്ന നിലയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ച അവർ ഒരു സന്യാസിനിയായി ജീവിതം നയിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തു. കൽക്കട്ട എന്ന വൻ നഗരത്തിലെ ചേരികളിൽ അനാഥരും പാർപ്പിടമില്ലാത്തവരും രോഗികളുമായ നിർഭാഗ്യ മനുഷ്യരുടെ ഉന്നമനത്തിനായി കർമ്മരംഗത്തിറങ്ങി. സമാധാനത്തിലുള്ള പോപ്പ് ജോൺ പുരസ്കാരവും നോബൽ പുരസ്കാരവും നേടിയ മദർ തെരേസ പാവങ്ങളുടെ അമ്മ എന്ന് അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഞാൻ എന്നത് ഒരു സങ്കല്പം മാത്രമാണ്. ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ ഒരു വ്യക്തി രൂപമാണ്. കയ്യിൽ ഇന്ത്യയുടെ ദേശീയ പതാകയേന്തിയ സ്ത്രീ രൂപമാണ് സാധാരണയുള്ള ഞാൻ എന്ന സങ്കല്പം. വൈവിധ്യമാർന്ന ഇതിഹാസങ്ങളും സംസ്കാരങ്ങളും നാനാജാതി മതങ്ങളും ഭാഷകളും ഗോത്രങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഭാരതം. മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന ചിന്താധാരയിൽ നിന്നുമാണ് ഭാരതത്തിന് മാതാവിന്റെ പരിവേഷം ലഭിച്ചത്. അമ്മ എന്നാൽ ഏകത്വമാണ്. വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഭാരതത്തെ ഏകതയിൽ എത്തിക്കുക എന്നതാണ് ഭാരത് മാതാവിന്റെ ധർമ്മം. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കടൽ കടത്തി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പല കാരണങ്ങൾ കൊണ്ട് പലരും എന്നെ കീറിമുറിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ മാത്രം ഓർക്കുന്ന ഒരു സങ്കല്പമായി എന്നെ ഒതുക്കി. എന്നോടൊപ്പം പീഡിതരും നിന്ദിതരും മാനസിക ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുമായ എന്റെ മക്കളെയും അവർ അരികുവൽക്കരിച്ചു. അതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി സ്വാതന്ത്ര്യത്തെക്കാൾ മൂല്യം മനുഷ്യത്വത്തിനാണെന്ന്. മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ 74ാം സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ വേദനിക്കാൻ ഏറെയുണ്ടെങ്കിലും അതിനിടയിൽ ആശ്വസിക്കാൻ ചില നന്മകളുമുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ട എന്റെ മക്കളെ ചേർത്ത് നിർത്തി ഭാരത് മാതാവിന്റെ ഏകത എന്ന ധർമ്മം പാലിക്കുന്ന ഇൻസൈറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ എനിക്ക് പ്രത്യാശ നൽകുന്നു. ജാതിമത ഭേദങ്ങളില്ലാതെ പരിമിതികളില്ലാതെ ഭിന്നശേഷിക്കാരായ എന്റെ മക്കളെ ഒരു കുടക്കീഴിനുള്ളിൽ ചേർത്ത് നിർത്തി സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളില്ലാത്ത ആകാശത്തേക്ക് പറന്നുയരാൻ അവരെ പ്രാപ്തരാക്കുന്ന ഭാരതി ടീച്ചറെ പോലുള്ള അമ്മമാരിൽ ഞാൻ എന്റെ പ്രതിരൂപത്തെ കാണുന്നു. ആ അമ്മയെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതം എന്നത് സർവ്വ സ്വാതന്ത്ര്യമാണ്.
ജാതിയോ മതമോ ഭിന്നതയോ ഒന്നുമില്ല. ഇന്ത്യയെ ഒരു അമ്മ പെറ്റ മക്കളായി നമുക്ക് മുന്നേറാം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാന ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളെ നോക്കിരണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ച് കൈകളെ കോർത്തിരണം. ഹിന്ദു മുസൽമാന ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളെ നോക്കിരണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ച് കൈകളെ കോർത്തിരണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ, കാട്ടികൾ നമ്മൾക്കൊരു മനസ്സ് കാണിവെക്കും പുലർത്തിയ സൗഹൃദങ്ങൾ. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ, കാട്ടികൾ നമ്മൾക്കൊരു മനസ്സ് കാണിവെക്കും പുലർത്തിയ സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും പങ്കുലിയും പോലെ പള്ളി മണിയും മുഴങ്ങിരട്ടെ. ശംഖിന്റെ നാദവും പങ്കുലിയും പോലെ പള്ളി മണിയും മുഴങ്ങിരട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം. ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഗാന്ധിജി, പട്ടേൽ, നെഹ്റുവും അഭിലേഖിയ പൈതൃക മൂല്യങ്ങളെ പങ്കം വരാതെ നാം പോറ്റിടണം ഭംഗിയോടെ ഈ ഭാരതത്തിൻ മക്കളെ. ഗാന്ധിജി, പട്ടേൽ, നെഹ്റുവും അഭിലേഖിയ പൈതൃക മൂല്യങ്ങളെ പങ്കം വരാതെ നാം പോറ്റിടണം ഭംഗിയോടെ ഈ ഭാരതത്തിൻ മക്കളെ. നമ്മളെന്നാണെന്നറിഞ്ഞിടൂ ഇന്ത്യൻ മക്കളാണെന്നുമേ നമ്മളെല്ലാം. നമ്മളെന്നാണെന്നറിഞ്ഞിടൂ ഇന്ത്യൻ മക്കളാണെന്നുമേ നമ്മളെല്ലാം. ചുടുചോരങ്ങൾ ഈ മണ്ണിൽ വീഴാതെ
മക്കളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഏതായാലും ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാനും എല്ലാ എഫേർട്ട് എടുത്തത് ഇതാ ഞങ്ങളുടെ എൻ്റെ സ്റ്റാഫുകളാണ്. അവർക്ക് വലിയൊരു ക്ലാപ്പ് നിങ്ങൾ കൊടുക്കുക. അത് കുറെ ദിവസമായി ഇതിന്റെ പിന്നാലെകളൊക്കെ നടത്തുന്നത്. എന്തായാലും പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കും കേൾക്കുന്നു ഇല്ലേ? അതെന്താ എന്റെ മക്കൾ വലിയൊരു ക്ലാപ്പ് കൊടുക്കുന്ന. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. സത്യത്തിൽ വളരെ 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 സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ മുന്നിലിരിക്കുന്നത് ഭാരതാംബ, പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള എല്ലാവരും ഉണ്ട്. അവരൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കിട്ടുന്ന അവസരം തീർച്ചയായിട്ടും ജീവിതത്തിലെ വലിയ ഒരു എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ രാവിലെ തൊട്ടിട്ട് ഒരു 2-3 പരിപാടികൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ പങ്കെടുത്തിട്ട് ഓടിപ്പടഞ്ഞ് വരികയാണ്. പക്ഷേ ആ പരിപാടികളിലൊന്നും കാണാത്ത ഒരു വല്ലാത്ത ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉണ്ടായത്. സത്യത്തിൽ അവിടെ നിന്നിട്ട് കുട്ടികളിങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു. കാരണം അറിഞ്ഞ പോലെ ഇവിടെ എന്തോ ഒരു സങ്കടം വന്ന് കെട്ടി നിൽക്കുന്ന പോലെ. അത്രത്തോളം ഈ മക്കള് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നെഞ്ചോട് ചേർക്കുകയും അവര് നേരത്തെ ഭാരത ടീച്ചർ പറഞ്ഞതുപോലെ ഞാനും ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. കുറേ ദിവസങ്ങളായി ഇതേ പരിപാടിയിൽ ഇതിൻ്റെ റിഹേഴ്സലും ഓരോരുത്തരുടെ വേഷങ്ങൾ, അവർ പറയുന്ന ഡയലോഗുകൾ, അവർക്ക് എന്തെന്ന് പറയാം, രാത്രിയും പകലും ഇതന്നെ ചിന്തിച്ച് ഈ കുട്ടികൾ ഇത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിച്ചതിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും എത്രമാത്രം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് പറഞ്ഞാൽ ശരിയല്ല. നേരത്തെ ലത്തീഫ് പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരാലും ആദരിക്കപ്പെടുന്നവരാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരാളുടെ വേഷം കെട്ടുമ്പോൾ, ഒരു വേഷത്തിലിരിക്കുമ്പോൾ നമ്മൾ അയാളായി മാറും അല്ലേ? അപ്പൊ ഹീര ഭാരതാംബയായിട്ടല്ല, കണ്ടാൽ തന്നെ ഒരു ദേവി ലുക്കാണ്. എനിക്ക് കണ്ടപ്പോ ഇത് ആരാതൊരു പിടിയും കിട്ടിയില്ല. ഒരു വലിയ ഐശ്വര്യമുള്ള സുന്ദരിയായ മീനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മീനെ അത് ഒരു പെണ്ണിനെ പൂഴ്ത്തി പറഞ്ഞ വേറൊരു പെണ്ണ് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ സഹിക്കാൻ പറ്റും. അപ്പൊ ആ കാഴ്ചയിലും വലിപ്പത്തിലും നിപ്പിലും ഭാരതാംബയുടെ എല്ലാ ഗാംഭീര്യവും കൂടി നിൽക്കുമ്പോ നമുക്ക് തോന്നും നമ്മള് ഭാരതാംബയാണ്. അപ്പൊ ഇന്നിവിടെ ചെയ്ത എല്ലാ കുട്ടികളും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ കസ്തൂർബാനെയാണ്. ആസിയ ശരിക്കും കസ്തൂർബായിട്ട് എനിക്ക് തോന്നി. കാരണം ആ നിപ്പ്, അത്രയും പഠിച്ചു പറയണ്ടേ. ഈ ആ സൗമ്യത, ശാലീനത, ആ ഒതുക്കം, അത് നമുക്ക് തോന്നും. ഇവരൊക്കെ ഭിന്നശേഷിയുള്ളവരാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. ഇവര് കൂടുതൽ അല്ലേ, നല്ല മിടുക്കി കുട്ടികൾ. പിന്നെ ആരാ? ഗാന്ധിജി, പിന്നെ നമ്മുടെ വള്ളത്തോളിന്റെ കവിതകളൊക്കെ ബൈഹാർട്ട് പറഞ്ഞ് പഠിക്കുക. പിന്നെ ആരാണ്? ഝാൻസി റാണി കലക്കി. ഝാൻസി റാണി വന്നതോടെ ഞെട്ടിപ്പോയി. കാരണം ഝാൻസി റാണിയുടെ ആ ശൂര്യം അല്ലെ, പൗരുഷം, ശൗര്യത, ധീരത, ആത്മാഭിമാന ബോധം ഒക്കെ ആ മുഖത്ത് ഇങ്ങനെ തെളിവ്. അന്ന് നിൽക്കണ്ട തോന്നും. ഞാൻ പതുക്കെ കസേര വലിച്ചാണ് മാറി. കാരണം കയ്യില് വാളാണ് ഇരിക്കുന്നത്. എങ്ങാനും ഇയാൾ പഴയ ഒരു പോലീസാണല്ലോ എന്ന് വിചാരിച്ചെങ്ങാനും ഒരലക്ക് തന്നാലോ എന്ന് വിചാരിച്ച് ആ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് തോന്നി നല്ല പൗരുഷം, ധീരത. പിന്നെ സെലീനയ്ക്ക് പിന്നെ സംഗീതമാണ്, വാനമ്പാടിയാണ്. അത് ശരിക്കും വാനമ്പാടി ആയിട്ട് തന്നെ വന്നു. ആ ശബ്ദം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അത് വളരെ നന്നായി. പിന്നെ നെഹ്റു, ചാച്ചാ നെഹ്റു, ഭാരതത്തിന്റെ എല്ലാം ലോകത്തിന്റെ നേതാവായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ, ഉരുക്ക് മനുഷ്യൻ, ഒരു ഉരുക്ക് തന്നെയാണ്. അംബേദ്കർ, നമ്മുടെ ഭരണഘടന
അതാരാണ്? വിജിത ബാലൻ. ആ, അത് വളരെ നന്നായി. എല്ലാവരും സയൻസ് ഒക്കെ ആയിട്ട് നല്ല സാമ്യമുണ്ടല്ലേ? ആ, വളരെ അബ്ദുൽ കലാം ആസാദ്. ആ, നല്ല ഹൈറ്റ്. ആ പഞ്ഞ മീശ ശരിയായില്ല. അത് ഒരു ചെറിയ മീശ മേടിച്ച് വയ്ക്കായിരുന്നു. മദർ തെരേസ സൂപ്പറായി. മദർ തെരേസ നന്നായി വന്നു. പിന്നെ നമ്മളെ ഗാന്ധിജി ഇവിടെ ഗാന്ധിജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും അല്ലേ, സത്യത്തിന്റെയും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരാളേ ഉള്ളൂ. അപ്പൊ ഇൻസൈറ്റ് എന്ന് വെച്ചാൽ അകക്കണ്ണാണ്, ഉള്ളിൽ നിന്നാണ്. ഇവിടെ ഉള്ളവരുടെയൊക്കെ പുറത്തെ കണ്ണുകളേക്കാൾ പവർഫുൾ ആണ് അകത്തെ കണ്ണ്. ആ അകത്തെ കണ്ണ് പറയുന്നതായിരിക്കും മിക്കവാറും ശരി. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പോലെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ലത്തീഫോട് ചോദിച്ചു, എന്താ ഞാൻ ഈ കുട്ടികളോട് പ്രസംഗിക്കുക? അപ്പൊ അവര് പറഞ്ഞു, സാറ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വരും. ഈ വന്നത് അകത്തുനിന്നാണ്, ഞാൻ പുസ്തകം വായിച്ചിട്ടല്ല. പുറത്തുനിന്ന് വരുന്നതിനേക്കാളൊക്കെ വളരെ ആർദ്രമാണ്, വളരെ വൈകാരികമാണ്, വളരെ ആത്മാർത്ഥതയുള്ളതാണ്, സത്യമാണ്, ധാർമ്മികമാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ഉള്ളിൽ നിന്ന് വരുന്നതൊക്കെ അതിന്റെ സത്താണ്, അതിന്റെ സത്യമാണ്, അതിന്റെ യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ അകക്കണ്ണുള്ളവര്, ആത്മബോധമുള്ളവര്, നിങ്ങളാണ് സത്യത്തിൽ ഞങ്ങളുടെ നിധി. നിങ്ങളാണ് എല്ലാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു ഫോർ ഇൻസൈറ്റിന്റെ ഏത് ആവശ്യത്തിനും വളരെ നേരത്തെ തന്നെ എത്തുകയും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ സോമസുന്ദരൻ സർ. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് എങ്ങനെ ആശംസ പറയാം? ഞാൻ ഈ വീട്ടിലൊരു അംഗമാണ്. ഞാൻ ഭാരത ടീച്ചർ എൻ്റെ ഒരു സഹോദരിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു മകളോ ആയിട്ടോ ഞാനാണ്. ഇനി ഞാനൊരു 73 വർഷം മുമ്പിലേക്കൊന്ന് പോയിട്ട് ആശംസ പറയാം. അന്ന് എനിക്ക് 4.5 വയസ്സാണ് പ്രായം. ഇതേമാതിരി കുട്ടികൾ കൊടി പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂള് ഇപ്പോൾ ലത്തീഫ്ക്കാർക്ക് അറിയാം, എൻ്റെ വീടിൻ്റെ എൻ്റെ പറമ്പിൽ നിന്ന് കൊടുത്തതാണ്, അച്ഛൻ കൊടുത്തതാണ് ആ സ്കൂളിൻ്റെ സ്ഥലം. ആ സ്കൂളിലെ ഇതേമാതിരി കുട്ടികൾ കൊടിയൊക്കെ പിടിച്ചിങ്ങനെ നടക്കും, പാടും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് സ്വാതന്ത്ര്യം അന്ന് എങ്ങനെ അറിയണം? ഈ 4 വയസ്സ് 4.5 വയസ്സുള്ള പ്രായത്തിൽ ഒന്നും മനസ്സിലായില്ല. പിന്നീടാണ് അതെനിക്ക് ഇങ്ങനെ അറിവ് കിട്ടി വന്നു. ഇന്നിപ്പോ ഈ ഇൻസൈറ്റിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം ഞാൻ ഈ വീട്ടിലൊരു അംഗമാണ്, ഒന്നും പറയില്ല. എങ്കിലും ഈ സുരേഷ് സാറ് പറഞ്ഞ മാതിരി ഇതിന്റെ അകക്കണ്ണ് തുറപ്പിച്ചത്, വീണ്ടും സ്കൂളിലേക്ക് പോകണം, 4ാം ക്ലാസ്സിലാണ് പഠിച്ചിട്ടുണ്ട്. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ആ ബാല്യത്തിലല്ല, ഈ യൗവനത്തിലും എല്ലായ്പ്പോഴത്തും ഈ കണ്ണ് തുറപ്പിക്കുന്ന ഭാരത ടീച്ചറോട് എന്താണ് ഒരു പറയാ? ഇതിൽ പങ്കെടുക്കാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ആശംസകൾ അർപ്പിക്കുന്നു. അത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നമ്മളെ മക്കളെ കൂടെ കുറച്ച് നേരം ചെലവഴിക്കാൻ വീട്ടിലെന്തൊക്കെ പണികളുണ്ട്, എന്നാലും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടി വന്നതാണ്. അതന്നെ ജീവിതത്തിലൊന്നും മറക്കില്ല. അത്രയും നല്ല കുട്ടികളുടെ വേഷം, ശരീരമൊക്കെ എപ്പോഴും എന്നെ കണ്ടിട്ടും കൂടെ അല്ല, അവൾക്ക് എന്നെ പറ്റി പറയാനും പൂർത്തി കൊടുക്കില്ല എന്ന് പറയാൻ, എന്നെ കാണണം. ആ ഒരു സ്നേഹമാണ് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവം. എല്ലാവർക്കും ആശംസ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ച എല്ലാവരും ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ പരിപാടികളൊക്കെ കണ്ടു മനസ്സ് വളരെ ഒരു സന്തോഷമായി. എല്ലാവർക്കും നമ്മുടെ സ്റ്റാഫിന്റെ പ്രതിനിധിയായി ഹീര VS-നെ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സുരേഷ് സാർ, അതുപോലെ ലത്തീഫ് മമീർ സാർ, അങ്ങനെ വിളിക്കുന്നേക്കാളും എനിക്കിഷ്ടം എൻ്റെ വല്ലിക്ക എന്ന് വിളിക്കാനാണ്. പിന്നെ ഡോക്ടർ, ഭാരതി ടീച്ചർ, ലിഷേച്ചി, ഇന്ദിരേച്ചി, ഫെബിമാമി സെക്രട്ടറി. ഇത് എൻ്റെ വീടായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും എനിക്ക് എൻ്റെ മാമിയും അമ്മയും ഇക്കും മക്കളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്വാതന്ത്ര്യദിനം ഇത്രയും ഇതിന് ആഘോഷിച്ചത്, ഞങ്ങൾക്ക് ഇതിന് പ്രാപ്തി തന്നത്, ഇത്രയും നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ
ഒരു വരി തെറ്റാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റിയത്, നിൽക്കാൻ പറ്റിയതിന് ഏറ്റവും കാരണം ഞങ്ങളുടെ ഭാരതി ടീച്ചർ തന്നെയാണ്. അത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ടീച്ചറെ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ എന്നാ ചെയ്തോ എന്ന് പറയും. ആനി സലിവൻ. അത് ഞങ്ങള് വെറുതെ കൊടുത്തിട്ടുള്ള വിശേഷമല്ല. ഞങ്ങൾക്ക് ഭാരതി ടീച്ചർ എന്ന് വിളിക്കുമ്പോ പോലും ഞങ്ങളുടെ ഉള്ളില് അമ്മ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആ അമ്മയുടെ കീഴിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെയാണ് സ്വാതന്ത്ര്യം ശരിക്കും ആഘോഷിക്കുന്നത്. ഞങ്ങൾക്കിപ്പോ ഇവിടെ സാറ് പറഞ്ഞു കാഴ്ചകൾ കാണാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ കണ്ണു തന്നിട്ടുണ്ട്. ഇവിടെ നിലീനേച്ചിയുടെയും തസ്ലീനയുടെയും തങ്കേച്ചിയുടെയും ഒക്കെ കണ്ണുകൾ ഞങ്ങൾക്ക് കാണാനുള്ളതാണ്. അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയാണ് ഞാനും ആസിയും ഗോപികയും ഷെരീഫയും സലീനയും രജിതേച്ചും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ ഞങ്ങൾ പരസ്പരം കണ്ണു കൊടുത്തും ബുദ്ധി കൊടുത്തും കൈകാലുകൾ കൊടുത്തും ഇവിടെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം പരസ്പരം പങ്കുവെച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളെ അതിന് സഹായിക്കുന്നത് എൻ്റെ ഒപ്പം എൻ്റെ സഹപ്രവർത്തകർ എന്ന് എനിക്ക് പറയാവുന്ന റുമേശ ടീച്ചർ, ഹെൽബ മിസ്, ജൽസ മിസ്, ഉണ്ണിമോള്, ഫെബിമാമി എല്ലാവരും. ഒപ്പം ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് തരുന്ന ശൈലേച്ചി, തങ്കേച്ചി, അതുപോലെ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇപ്പൊ കൊറോണ ആയിട്ട മക്കളെ നിങ്ങൾ അധികം കൂട്ടുകൂടി നടക്കണ്ട, ആരെയും വരുത്തണ്ട, ഇടട്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ ഇതിലും നിർദ്ദേശം തരുന്ന ഞങ്ങളുടെ പത്മാവതി ചേച്ചി, അങ്ങനെ എല്ലാവരും ഈ ഇൻസൈറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കൗലത്ത് മാമി ഇന്നലെ വൈകുന്നേരം കൂടെ വന്ന് എന്താ ഈ പരിപാടി കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ചു പോയതാണ്. അതുപോലെ എല്ലാവരും ഇപ്പോ ഇതിന് വീഡിയോ എടുക്കുന്ന തനു, അതുപോലെ എൻ്റെ കൊടി ഞാൻ നിവർത്തി വെക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കൊടി അങ്ങനെ വേണം ടീച്ചറെ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ശരിയാക്കി എല്ലാം കഴിഞ്ഞിട്ടും ലാസ്റ്റ് അതിനൊരു ഒടിവ് വന്നിട്ടുണ്ടായിരുന്നു, നിവർന്നിരിക്കണില്ല. അപ്പൊ ആ കൊടിയെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നിവർത്തി വെച്ച് തന്ന അമീർക്ക, എല്ലാവരെയും ഇൻസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ ഞങ്ങളെ സഹായിച്ച എൻ്റെ സഹപ്രവർത്തകരെ എല്ലാ സ്റ്റാഫുകൾക്കും, ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത എൻ്റെ മക്കള്, അതുപോലെ ഈ പരിപാടിയിൽ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച ഈ പരിപാടി ആസ്വദിച്ച ഞങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ ഭാരതി ടീച്ചർക്ക് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ പോലെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കുട്ടികൾ അത്ര നന്നായി എല്ലാ പരിപാടികളും ചെയ്തു. അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കി അവിടുത്തെ സ്റ്റാഫിന് പ്രത്യേകം നന്ദി പറയണം. കൂടാതെ ഭാരത ടീച്ചർക്ക് അവരെയൊക്കെ അമ്മയും എല്ലാം ഞങ്ങളുടെയും എല്ലാം ഭാരത ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയണം. ഗുരുവായൂർ ഇൻസൈറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2020 ഓഗസ്റ്റ് 15 74ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ഇവിടെ സമാപിക്കുന്നു. അവനവന്റെ ആത്മസുഖത്തിനു വേണ്ടി ചെയ്യുന്ന സ്വാതന്ത്ര്യ പ്രകടനങ്ങൾ അപരന്റെയും സുഖത്തിനായി ഭവിക്കട്ടെ. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. ശാരീരികവും മാനസികവുമായ പരിമിതികളൊന്നും സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളാകാതിരിക്കട്ടെ. അതിരുകളില്ലാത്ത ആകാശത്തേക്ക് ചിറകു വിടർത്തി സ്വതന്ത്രമായി പറക്കാൻ ഏവരെയും അനുവദിക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി ഇൻസൈറ്റിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഭാരതം വിജയിക്കട്ടെ, സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ. शुभ नाम